ഹായ് ഗൈസ്, ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മീൻ മുളക് ഇട്ടതാട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാൻ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചെറിയ ഉള്ളി ഞാൻ ചതച്ചെടുത്തതാണ്. 2 പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. ചെറിയ ഉള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ചെറിയ ഉള്ളിക്ക് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ആദ്യമായിട്ട് ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. എരിവിന് ആവശ്യത്തിന് ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാശ്മീരി മുളക് പൊടി 2 സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഞാൻ കുറച്ചിടുന്നുള്ളൂ. ഇനി മല്ലിപ്പൊടി 1 സ്പൂൺ ഇട്ട് കൊടുക്കുക. വലിയ ജീരകത്തിൻ്റെ പൊടി ഞാൻ വറുത്ത് പൊടിച്ചതാണ്, അതിട്ട് കൊടുക്കുക. ഇനി 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ. പൊടികളെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. പൊടികളെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ 2 തക്കാളി പേസ്റ്റ് പോലെ ആക്കിയിട്ടോ ഒഴിച്ച് കൊടുക്കണേ. അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക. പിന്നെ തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോൾ ഇതിലേക്ക് പുളി ഒഴിച്ച് കൊടുക്കാനുണ്ട്. തക്കാളിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളി ഒഴിച്ച് കൊടുക്കുക. പുളി വെള്ളം ഞാൻ കുടംപുളി ഇല്ലാത്തതുകൊണ്ട് സാധാ കടയിൽ നിന്ന് വാങ്ങിയ പുളിയാട്ടോ ഒഴിച്ച് കൊടുക്കണേ. ഇനി ഇതൊന്ന് നല്ലപോലെ തിളച്ച് ആ പുളിയൊക്കെ ആ മസാലയിലൊന്ന് പിടിക്കട്ടെ. അതുവരെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. 1-2 മിനിറ്റ് പുളിയൊക്കെ ഒഴിച്ച് നല്ലപോലെ തിളപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കാം. ഞാൻ അവിടെ എടുത്തിട്ടുള്ളത് ഏട്ട മീനാണ്. ഇത് 1/2 കിലോ മീനാട്ടോ. അപ്പോൾ ഇത് ഓരോന്നായിട്ടേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. വെന്ത് കഴിഞ്ഞാൽ ഇളക്കരുത്, ഉടയും. ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. നമ്മൾ ഗ്രേവി പോലെ കേട്ടോ ഉണ്ടാക്കണേ, വറ്റിച്ചെടുക്കുകയാണ്, കറിയല്ല. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ഞാൻ അവിടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടാവുന്നില്ല, ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ഞാൻ അവിടെ 1 സ്പൂണാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഉപ്പ് എല്ലായിടത്തും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഉപ്പിടാൻ ഞാൻ മറന്നതാട്ടോ. ഇതൊന്ന് തിളച്ച് വരട്ടെ. മൂടി വെച്ചിട്ട് വേവിക്കാം. നിങ്ങളും ഇങ്ങനെ തന്നെയാണോ മീൻ കറി വെക്കണേ? ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ 4 മിനിറ്റോളം ഞാൻ അത് വേവിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ പറ്റില്ല കേട്ടോ, മീൻ ഉടഞ്ഞു പോകും. അപ്പോൾ അത് നല്ലപോലെ വന്നിട്ടുണ്ട് കേട്ടോ, നല്ല വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു ഗ്രേവി പോലെ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കൂടി 1 സ്പൂണ് പച്ച വെളിച്ചെണ്ണ തൂക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആവും കേട്ടോ. പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.